അടുത്തതായി നമുക്ക് പിസ്റ്റിൽ അഥവാ മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂൾ അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് അതെന്താണെന്ന് നോക്കാം. എല്ലാം ഒന്നാണ്. നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് നമ്മൾ എന്താ പറയുന്നത്? ഗൈനീഷ്യം. സോ ഗൈനീഷ്യമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അതിൽ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കുക. ഈ ഗൈനീഷ്യം എന്തുകൊണ്ട് ഉണ്ടാക്കിയത്? കാർപ്പൽസ്. ഗൈനീഷ്യം കമ്പോസ്ഡ് ഓഫ് കാർപ്പൽസ്. ഈ എത്ര കാർപ്പൽ ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഗൈനീഷ്യത്തിനെ ഡിവൈഡ് ചെയ്യാം. ഒരു കാർപ്പൽ അല്ലെങ്കിൽ വേറൊരു പേര് നമ്മൾ പഠിച്ചതാണ് പിസ്റ്റിൽ. ഒരു പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ ആണെങ്കിൽ നമ്മളതിനെ മോണോ കാർപ്പലറി എന്ന് പറയും. മോണോ കാർപ്പലറി. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ പിസ്റ്റിൽ സിംഗിൾ കാർപ്പൽ അഥവാ സിംഗിൾ പിസ്റ്റിലാണെങ്കിൽ നമ്മളതിനെ മോണോ കാർപ്പലറി പിസ്റ്റിൽ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് പീ പ്ലാന്റ്. സോ പീ പ്ലാന്റിലൊക്കെ സിംഗിൾ കാർപ്പലേ ഉണ്ടാവുള്ളൂ. ഒറ്റ ഗൈനീഷ്യത്തിലുള്ള കാർപ്പൽ അഥവാ പിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. ഇനി ഒന്നിലധികം കാർപ്പലുകൾ കാണപ്പെടാറുണ്ട്. അതാണ് മോർ ദാൻ വൺ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി കാർപ്പലറി. മൾട്ടി കാർപ്പലറി. സോ ഒരു കാർപ്പലാണെങ്കിൽ സിംഗിൾ കാർപ്പലിന് എക്സാമ്പിളാണ് പീ പ്ലാന്റ്. ഇനി ഒന്നിലധികം കാർപ്പലുണ്ടെങ്കിൽ മൾട്ടി കാർപ്പലറി. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഹൈബിസ്കസ്, നമ്മുടെ ചെമ്പരത്തി. ഹൈബിസ്കസ് എക്സാമ്പിളാണ്. പിന്നെ പപ്പാവർ അതിൻ്റെ എക്സാമ്പിളാണ്. അതൊക്കെ ഒന്നിലധികം കാർപ്പലുള്ള ഗൈനീഷ്യം അഥവാ പിസ്റ്റിലിൻ്റെ എക്സാമ്പിളുകളാണ്. ഇനി ഈ കാർപ്പലുകളൊക്കെ ഫ്യൂസ് ചെയ്തിട്ട് കാണപ്പെടാം. ചിലപ്പോൾ ഈ കാർപ്പലുകൾ ഒന്നിലധികം കാർപ്പലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചിലപ്പോൾ ഫ്യൂസ് ചെയ്ത് കാണപ്പെടാം, ചിലപ്പോൾ അത് ഫ്രീ ആയിട്ട് കാണപ്പെടാം. ഈ കാർപ്പൽസൊക്കെ ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രീ കാർപ്പൽസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ കാർപ്പൽസ് ഓർ പിസ്റ്റിലിനെ വിളിക്കുന്ന പേരാണ് എപ്പോകാർപ്പസ്. അതിൻ്റെ പേരാണ് എപ്പോകാർപ്പസ്. ഫ്രീ ആയിട്ടുള്ള കാർപ്പൽ അഥവാ പിസ്റ്റിലിനെ വിളിക്കുന്ന പേരാണ് എപ്പോകാർപ്പസ്. എപ്പോകാർപ്പസിന് നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. നമുക്ക് അറിയേണ്ട കുറച്ച് എക്സാമ്പിളുകളാണ് റോസ്, അതുപോലെ നമ്മുടെ ലോട്ടസ്, പിന്നെ നമ്മുടെ മൈക്കലിയ. മൈക്കലിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ചെമ്പകമാണ് മൈക്കലിയ എന്ന് പറയുന്നത്. ഇതൊക്കെ കാർപ്പൽ അഥവാ പിസ്റ്റിൽ ഫ്രീ ആയിട്ടാണെങ്കിൽ വിളിക്കുന്ന പേരാണ് എപ്പോകാർപ്പസ്. ഇനി അഥവാ മൾട്ടി കാർപ്പലറി ആയിട്ടുള്ളത് ഒന്നിലധികം കാർപ്പലുകൾ ഫ്യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എപ്പോകാർപ്പസിന് പകരം സിൻ കാർപ്പസ് എന്നാണ് പേരാണ് നമ്മൾ യൂസ് ചെയ്യുക. സിൻ മീൻസ് ഫ്യൂസ്ഡ്. സിൻ കാർപ്പസ് തന്നെ മൾട്ടി കാർപ്പലറി തന്നെ ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻ കാർപ്പസ്. അതിൻ്റെ എക്സാമ്പിളുകളാണ് നമുക്കറിയണ ഹൈബിസ്കസ്, അതുപോലെ നമ്മുടെ ടൊമാറ്റോൻ്റെ കാർപ്പൽസൊക്കെ സിൻ കാർപ്പസ് ആണ്, ഫ്യൂസ്ഡ് കാർപ്പസ് ആണ്. അതുപോലെ നമ്മുടെ മസ്റ്റാർഡ്, അതുപോലെ പപ്പാവർ അതൊക്കെ നമ്മുടെ കാർപ്പൽ അഥവാ പിസ്റ്റിൽസ് ഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്. സോ ഒരു കാർപ്പലാണെങ്കിൽ മോണോ കാർപ്പൽ, ഒരു കാർപ്പൽ അഥവാ പിസ്റ്റിലാണെങ്കിൽ മോണോ കാർപ്പലറി. ഒന്നിലധികം കാർപ്പൽ അഥവാ പിസ്റ്റിൽ ഉണ്ടെങ്കിൽ മൾട്ടി കാർപ്പലറി. ഈ കാർപ്പൽസൊക്കെ ഫ്രീ ആയിട്ടാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ അതിനെ എപ്പോകാർപ്പസ് എന്ന് പേര് വിളിക്കുന്നു. ഈ കാർപ്പൽസൊക്കെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിൻ കാർപ്പസ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഈ ഗൈനീഷ്യം അഥവാ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ഏതൊക്കെ പാർട്ടുകളാണ് ഗൈനീഷ്യം അഥവാ നമ്മുടെ കാർപ്പലർ പിസ്റ്റലിൽ എന്തൊക്കെ 3 ഡിസ്റ്റിങ്ക്റ്റ് റീജിയൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 3 പാർട്സുകൾ നമുക്ക് നോക്കാം.